അജീഷ് ശിവകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ധർമ്മടം MLA എന്ന നിലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? LDF സർക്കാരിന് മൂന്നാം ഊഴം ഉണ്ടാകുമോ? മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായി പിണറായി നിവാസികൾക്ക് പറയാനുള്ളത് എന്താണ്? പിണറായിയിലെ വിമൺ കോഓപ്പറേറ്റീവ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിലെയും ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെയും ജീവനക്കാർക്ക് പറയാനുള്ളത് കേൾക്കാം. മണ്ഡലം ചുറ്റുമകളകളിൽ അനുജ രാജേഷും സ്മിത ഹരിദാസും പിണറായിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ധർമ്മടത്താണ്. പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല. ധർമ്മടം എന്ന് പറയുമ്പോൾ VVIP മണ്ഡലമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ്. അദ്ദേഹം മൂന്നാം ഊഴം തേടി, അത് സർക്കാരിന്റെ മൂന്നാം ഊഴവും ഉണ്ട്, കൂടാതെ ഒരു ജനപ്രതിനിധി MLA എന്ന നിലയിൽ കൂടി മൂന്നാം ഊഴം തേടി ഇവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പിണറായിയിലാണ്. അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കോഓപ്പറേറ്റീവ് പോലിയമ്പലം തൊട്ടടുത്തുള്ള ഒരു കോഓപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്സിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളോടൊക്കെ സംസാരിക്കാം. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അപ്പോൾ പൊതുവേ എന്താണ് ഇപ്പോഴത്തെ ഒരു സംസാരം, ചർച്ചകൾ? ഈ ഒരു തവണ ഇനിയും വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. മണ്ഡലത്തിലെ സംസാരങ്ങൾ എന്താണ്? നിങ്ങൾ ഈ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ അതിന്റെ ഭാഗമാകാറുണ്ടോ? എങ്ങനെയാണ്? മൂന്നാമത് മുഖ്യമന്ത്രിയായി പിണറായി തന്നെ എത്തുമോ, അല്ലെങ്കിൽ തുടർ ഭരണം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണല്ലോ ചോദ്യങ്ങൾ. നിങ്ങൾ പിണറായിക്കാരുടെ ഒരു വികാരം എന്താണ്? ഉണ്ടാവും. അതായത് സർക്കാർ വരും, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കുമോ? നിങ്ങൾക്ക് വലിയ അഭിമാനമാണല്ലേ? നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വികാരം? ഇപ്പൊ പുറത്തേക്കൊക്കെ പോയിട്ട്, അതായത് ഈ സ്ഥലത്ത് നിന്ന് മറ്റ് ജില്ലകളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ധർമ്മടത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ശരിക്കും പ്രത്യേകിച്ചൊരു അതിലൊരു എന്തെങ്കിലും അഭിമാനമൊക്കെ തോന്നാറുണ്ടോ? എല്ലാരും ചോദിക്കാറുണ്ടോ അതിനെ പറ്റി? അദ്ദേഹത്തിനെ കാണാറുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? അടുത്താന്നോന്നെല്ലാം ചോദിക്കാറുണ്ട്. അദ്ദേഹം ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റാറുണ്ട്. ഇതിലിപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ തുടർ ഭരണം വന്നു. അപ്പൊ അതിന് നേതൃത്വം നൽകി. ഇപ്പൊ ക്യാപ്റ്റൻ എന്നുള്ള വിളിപ്പേരിലാണ് പിണറായി വിജയൻ അറിയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള വിളിപ്പേരിലൊക്കെ നിങ്ങൾ എത്രത്തോളം അഭിമാനിക്കുന്നുണ്ട്? അഭിമാനം തന്നെയല്ലേ. നമ്മളെ മുഖ്യമന്ത്രി ഇത്രയും 10 വർഷം വന്നു. ആ ഒരു മന്ത്രി വന്നതുകൊണ്ട് നമ്മൾ എന്തെല്ലാം നേട്ടം നമ്മളെ ചുറ്റും തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു സ്കൂളായിക്കോട്ടെ, നമ്മൾ ഈ അടുത്തുള്ള AKG സ്കൂളുണ്ട്. ആ സ്കൂള് പണ്ട് എങ്ങനെയായിരുന്നു, 10 വർഷം മുന്നേ എങ്ങനെയാണ്, ഇപ്പോഴെങ്ങനെയാണ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മുണ്ടേരി സ്കൂളായിക്കോട്ടെ, ഇതെല്ലാം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും കിട്ടുന്നില്ല, കാണാൻ പോലും കിട്ടുന്നില്ല മണ്ഡലത്തിലുള്ളവർക്ക് എന്ന് UDF സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ MLA ആണ്, നമുക്കറിയാലോ മുഖ്യമന്ത്രി എന്നുള്ളത് ബാക്കി എല്ലാ മന്ത്രിമാരെക്കാട്ടും കൂടുതൽ ഉത്തരവാദിത്വം ചുമതലയുള്ള ആളാണ്. എങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. അത് നമുക്ക് വളരെ സന്തോഷമാണ്. എന്തോ ഒരു ആവശ്യത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള അദ്ദേഹത്തിനെ ആയിട്ട് ഇടപഴകാനൊക്കെ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? അദ്ദേഹത്തെ കാണാറുണ്ടോ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി അദ്ദേഹം അടുത്ത ഊഴം തേടി വരുന്നു, അത് സർക്കാരിനെ നയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ വരുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് അതിൽ പിന്നെ പ്രത്യേകിച്ച് തർക്കമൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ഭൂരിപക്ഷം എങ്ങനെയാകും എന്നൊക്കെ ഉള്ളതിലാകാം ഒരുപക്ഷെ നമുക്കൊരു സംശയമെങ്കിലും ഉണ്ടാകാൻ പോകുന്നത്. കാരണം അബ്ദുൾ റഷീദാണ്, അദ്ദേഹം എന്തൊക്കെയോ അവകാശവാദങ്ങൾ ഉന്നയിക്കും. നമ്മൾ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെക്കാളും കൂടാനേ സാധ്യതയുള്ളൂ. കാരണം പിന്നെ ഇതുവരെ ഭരിച്ച മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ കേരളത്തിൽ ഇതുപോലെ ശക്തമായി കൊണ്ടുപോയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് കേരളത്തിൻ്റെ കരുത്തും. ആ കരുത്ത് എന്നും തുടരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. സർക്കാർ വരും, പക്ഷെ മുഖ്യമന്ത്രി ഞാൻ തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ അതെനിക്ക് പറയാൻ പറ്റില്ല. അത് പാർട്ടിയാണ് നിശ്ചയിക്കുന്നതെന്ന്. പാർട്ടിക്ക് കീഴ്പ്പെട്ട് പോകുന്ന ആളാണ് പിണറായി. അതുകൊണ്ട് പാർട്ടി എന്ത് പറയുന്നു അതാ പിണറായി അനുസരിക്കുക. നമ്മളെ ആഗ്രഹം പിണറായി വീണ്ടും തുടർന്ന് വരണം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.